Party, attention! Parade! National salute! General salute! Salute! Parade! Stand at this! Parade! Attention! Trees by the line! Cue! March! Very good morning to all. പരിശീലനം പൂർത്തീകരിച്ച സീനിയർ പൈനിയർ കേഡറ്റുകളുടെ മൊമെന്റോ വിതരണവും അനുമോദന യോഗവുമാണ് ഈ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നത്. വിശിഷ്ടാതിഥികൾ എത്തിച്ചേരുന്നു. ക്ലാസ് റൈസ്. നമ്മുടെ ഈ പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് എസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആരാധനായ മാനേജർ ശ്രീ ബിജു മാധവൻ അവരുകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിക്കാം. NC സോങ് ശുരു.
സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കുന്ന പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുന്നു. ഹൈസ്കൂൾ വിഭാഗം സീനിയർ അസിസ്റ്റന്റും ഫിസിക്സ് അധ്യാപികയുമായ ശ്രീമതി രേഖാശ്രീ പ്രൊഫസറിനെ സ്വാഗത പ്രസംഗത്തിനായി വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മളേവരും ഒരുപാട് ദിവസങ്ങളായി കാത്തിരുന്ന ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങിനാണ് ഇപ്പോൾ നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ ധാരാളം പരിപാടികൾ നിങ്ങൾ കാണാറുണ്ട്. അതിൽ നിന്നും ഇത് ഏതെല്ലാം രീതിയിൽ വേറിട്ടതാകുന്നുവെന്ന് ഇപ്പോൾ നടന്ന നിങ്ങളേവരും ഒന്നിച്ചു ചേർന്ന് പാടിയ ദേശസ്നേഹം കൊടുക്കുന്ന കാലത്തിലൂടെ തന്നെ ഏവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ഇപ്പോൾ നിങ്ങൾക്കറിയാം 2021 ആരംഭിച്ച് 4 വർഷം 100 കേഡറ്റുകൾക്ക് ശരിയായ രീതിയിൽ എന്തെല്ലാമാണ് ഈ ഒരു നമ്മൾ എന്താണ് NCC വേണ്ടി ഉദ്ദേശിക്കുന്നത് അതെല്ലാം അതിൻ്റെ എല്ലാ തലങ്ങളിലൂടെയും കടന്നുപോയി നിങ്ങളെ അതിന് പ്രാപ്തരാക്കി തീർത്ത പരിശീലനം പൂർത്തിയാക്കിയ നിങ്ങൾക്കുള്ള അനുമോദന യോഗം അതുപോലെ തന്നെ മെമന്റോ വിതരണം അതാണ് നമ്മുടെ സദസ്സിൽ നിന്ന് നടക്കുന്നത്. നിങ്ങൾ അതിനായിട്ട് ദിവസങ്ങളോളം കാത്തിരിക്കുകയായിരുന്നു. അതിന് സാക്ഷ്യം വഹിക്കാൻ അഭിമാനത്തോടെ നിങ്ങളുടെ രക്ഷകർത്താക്കൾ ഇന്ന് വേദിയിലുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് NCCയെ കുറിച്ച് പറയുമ്പോൾ ധാരാളം കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറുതായിട്ട് മാത്രം ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോഴെല്ലാം ഓർത്തിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ചേറെ കാര്യങ്ങളുടെ പിൻബലത്തിലുണ്ടാകാവുന്ന കുറച്ച് മാർക്കുകളെ കുറിച്ചോ. പക്ഷെ അതല്ല, അതിലപ്പുറം എന്തെല്ലാമാണ് NCC എന്നിപ്പോൾ ഇതിൽ ചേർന്ന് കഴിഞ്ഞ പരിശീലനം പൂർത്തിയാക്കിയ കുറച്ച് നാളുകളിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ഈ നോട്ടീസിൽ തന്നെ നിങ്ങളുടെ വീട്ടിലെല്ലാവരും നിങ്ങൾ കൊണ്ടുപോയി കൊടുത്ത നോട്ടീസ് നിങ്ങൾ എല്ലാവരും വായിച്ചല്ലോ അല്ലേ? ആ നോട്ടീസിൽ എഴുതിയിട്ടുണ്ട് എന്തെല്ലാമാണ് ഇതിൽ പരിശീലനം നേടിയ ഒരു കുട്ടി ആർജിക്കേണ്ടതായിട്ട് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ആ കൂടെയുള്ളതാണ് സാമൂഹ്യ സേവനം, അതുപോലെ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനം. നിങ്ങളെ വ്യക്തിപരമായിട്ട് നിങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള കഴിവുകൾ, അതോടൊപ്പം തന്നെ രാജ്യസ്നേഹം, ഇതെല്ലാം ആ നോട്ടീസിൽ ചുരുങ്ങിയ വാക്കുകളിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രാജ്യസ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വളരെയേറെ ഒരു ദേശീയഗാനം എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും രാജ്യസ്നേഹം ഏറ്റവും അധികം തോന്നുന്നതിന് കുറച്ച് അവസരങ്ങളുണ്ട്. അതിപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ദേശീയഗാനം ആരംഭിക്കാറുണ്ട്. നിങ്ങളുടെ പരേഡിന്റെ ഭാഗമായിട്ട് അതിനുശേഷം പതാക ഉയർത്തുമ്പോൾ ഒക്കെ നിങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ അന്തർദേശീയ മത്സരങ്ങളിൽ ഒക്കെ നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോകുന്ന ഒരു താരം അവിടെ ഏതെങ്കിലും ഒരു ഇവന്റില് ഒരു വിജയം നേടി ആ വിക്ടറി സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ ദേശീയ പതാകയുടെ അടുത്ത് നമ്മുടെ ദേശീയ ഗാനത്തിന്റെ അതമ്പടിയോടുകൂടി അവർ ഏറ്റുവാങ്ങുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വികാരമുണ്ട്. അതിനേക്കാളും ഏറെ നമുക്കതിനെക്കുറിച്ച് രാജ്യസ്നേഹത്തെ കുറിച്ച് തോന്നുന്ന മറ്റു ചില അവസരങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ 33 നെടുങ്കണ്ടം കേരള ബറ്റാലിയനിൽ നിന്ന് ആർമിയുടെ കീഴിൽ പരിശീലനം നേടിയവരാണ് നിങ്ങൾ. നമ്മൾ സാധാരണയായിട്ട് ഈ കാർഗിൽ ദിനം പോലെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യാവുന്ന ഒരു വാചകമുണ്ട്. പട്ടാളക്കാരെ കുറിച്ച് ആർമിയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അതിർത്തിയിൽ അവർ ഉറങ്ങാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ വീടുകളിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കുക നമ്മൾ പറയാറുണ്ട്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് എപ്പോഴെങ്കിലും യാത്ര ചെയ്ത് കാശ്മീരിലൊക്കെ എത്തിക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ ശരിക്കും നമ്മൾ അതിശയത്തോടുകൂടി ബഹുമാനത്തോടുകൂടി നമ്മൾ അവർ നോക്കിക്കാണും. ഇപ്പൊ ഇവിടെ കാശ്മീരിലെ കേരളത്തിലെ ഭൂമിയിലെ സ്വർഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ആളുകൾ എല്ലാ സ്ഥലങ്ങളിലും
അടുത്തതായി നമ്മുടെ പ്രോഗ്രാമിന് അധ്യക്ഷപദം നൽകിയിരിക്കുന്ന ആദരണീയനായ സ്കൂൾ മാനേജർ ശ്രീ ബിജു മാധവൻ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന NCC നെടുങ്കണ്ടം ബറ്റാലിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഏറ്റവും ബഹുമാനായ ലഫ്റ്റനന്റ് കേണൽ വിനോദ് TM അവർ, കമ്മിറ്റി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബഹുമാനായ കോമൺ ടീച്ചർ, PTA പ്രസിഡന്റ് പ്രിയപ്പെട്ട കലേഷ് രാജു, ഇവിടെ സ്വാഗതം ആശംസിച്ച രേഖ ടീച്ചർ, വാർഡ് മെമ്പർ ശ്രീമതി ദീപാ ജോസഫ്, ബഹുമാനായ സന്തോഷ് സാർ, പിരിവുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ, സ്നേഹനിറഞ്ഞ മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ, ദീർഘമായ പ്രസംഗങ്ങളിലൊന്നുമില്ല. ഈ വിശിഷ്ട വ്യക്തികൾ നിരവധിയായി സംസാരിക്കാനുണ്ട്. എന്തായാലും വലിയ സന്തോഷം. ഇവിടെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ നല്ല വ്യക്തികളെ രാജ്യത്തിന് സമ്മാനിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് നമ്മളിനെ നോക്കിക്കാണേണ്ടത്. എല്ലാ മേഖലയിലും അച്ചടക്കം പാലിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും തീർച്ചയായും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറുക. അത് ഏത് മേഖലയിലായാലും, സാമ്പത്തിക മേഖലയാണെങ്കിൽ സാമ്പത്തിക അച്ചടക്കം, സമയങ്ങളിൽ പരിപാലിക്കുന്നത് സമയത്തിൽ അച്ചടക്കം, ഏത് മേഖലയിലും ആ ഒരു ഡിസിപ്ലിൻ അത് പാലിച്ചു പോകുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന് പറയുന്നത് അവർ ജീവിതത്തിലെ ഉന്നത വിജയം നേടിയെടുക്കാൻ പ്രാപ്തരായിരുന്നു. അതിനുള്ള ഒരു മാർഗമായി ഇപ്പോൾ SPC ആയാലും NCC ആയാലും ഇങ്ങനെയുള്ള സർവീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളെ ഉപയോഗിക്കുമ്പോൾ അതൊരു വലിയ വളർച്ചയായി അല്ലെങ്കിൽ കുട്ടിയുടെ വലിയ വളർച്ചയായി നമുക്ക് മാറ്റാൻ പറ്റും. എനിക്കെൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, NCC കേഡറ്റുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഇരിക്കുന്ന ഒരു യൂണിഫോമിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതും ഇങ്ങനെ നടന്നു വരുന്നതും കാണുമ്പോൾ പോലും ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും നിങ്ങളുടെ മാതാപിതാക്കൾ. കാരണം തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ സാധാരണ വേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു യൂണിഫോം ധരിച്ച് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി മുദ്രകൾ കയറിയ അധികാരമുള്ള അംഗീകാരം നേടുന്നതിന് സാധ്യമാകുന്ന വ്യത്യസ്തമായ യൂണിഫോമുകൾ ധരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുമ്പോൾ അവരുടെയും മനം നിറയും, ഈ രാജ്യത്തിലുള്ള ഓരോ സഹോദരി സഹോദരന്മാരുടെയും മനം നിറയും. അതിന് നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. രാജ്യസ്നേഹമാണ് തൻ്റെ മാതാപിതാക്കളോടും തൻ്റെ ശരീരത്തോടും അവരവരോടുമുള്ള സ്നേഹത്തിനൊപ്പം തന്നെ നമ്മൾ നൽകേണ്ടതാണ് രാജ്യത്തോടുമുള്ള സ്നേഹവും ആദരവും കടപ്പാടുമായി. ബഹുമാനപ്പെട്ട അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു പ്രധാന പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് മുഖ്യ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം വേദിയിലേക്ക് ശ്രീ കോമള മോഹൻദാസ് അവരുടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഈ സ്കൂളിൻ്റെ മാനേജർ ബഹുമാനായ ശ്രീ ബിജു മാധവൻ അവർ, ബഹുമാനപ്പെട്ട ലഫ്റ്റനന്റ് കേണൽ വിനോദ് TM അവർ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യം ചെയ്ത കുട്ടികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ബാച്ചിൽ ഒരുപാട് കുട്ടികളുള്ളതിൽ നിന്നും 25 പേർക്ക് മാത്രമാണ് ഇതിൽ ചേരാൻ ഒരു അവസരം ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരായ വിദ്യാർത്ഥികളാണ്. ഇവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങിൽ നിന്നും നിങ്ങൾക്ക് മികച്ച അച്ചടക്കവും മികച്ച കുട്ടികളും ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ജീവിക്കാനുമുള്ള ഒരു ട്രെയിനിങ് ആണ് ഇവിടെ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാ മേഖലയിലും വിജയിക്കാൻ പാകത്തിനുള്ള പരിശീലനം ഇവിടെ നിന്ന് ലഭിച്ചാണ് ഈ കുട്ടികൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പിന്നീടുള്ള നിങ്ങളുടെ തൊഴിൽ മേഖലയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ ജീവിത വിജയത്തിന് നിങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരുണ്ട്, മറ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മികച്ച ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും നല്ല പൗരന്മാരായി വളരാൻ, നമ്മുടെ രാജ്യത്തിന്റെ ശ്രേഷ്ഠരായ കുട്ടികളായി വളരാൻ നിങ്ങളെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മമാണ് നടത്താൻ പോകുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടന കർമ്മത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയനായ ലഫ്റ്റനന്റ് കേണൽ ബിനു ടി.എം. അവറുകളാണ്. അദ്ദേഹം 2007 മുതൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗമാവുന്നു. തുടർന്ന് 10 വർഷക്കാലം എയർഫോഴ്സിൽ അദ്ദേഹത്തിന്റെ സേവനം അനുഷ്ഠിച്ചതിന് ശേഷം ഇപ്പോൾ നെടുങ്കണ്ടം കാറ്റഗറി ബറ്റാലിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹം കടന്നു വന്ന വഴിത്താരയിലെല്ലാം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഡിസിപ്ലിൻഡായ ഫോഴ്സിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ കടന്നു വന്ന വഴിത്താരയിലെല്ലാം സുഗന്ധ പുഷ്പങ്ങൾ വിരിയിച്ചുകൊണ്ട് ഇന്ന് ഈ കാണുന്ന പദവിയിൽ നമ്മോടൊപ്പം ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനും ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട കേഡറ്റുകൾക്ക് മൊമെന്റോ നൽകുന്നതിനുമായി ഏറെ സ്നേഹത്തോടുകൂടി ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുന്നു. Respected Mr. Biju Mangal, Srimati Komala Mohandas, Gram Panchayat President, Sri Kalesh Raju, distinguished guests, teachers, parents, and my dear NCC cadets. A very good morning to you, first of all. ആദ്യമായി ഞാൻ എൻ്റെ പരിചയപ്പെടുത്താം. എന്നെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ലഫ്റ്റനന്റ് ബിനു. എൻ്റെ വീട് തൃപ്പൂണിത്തുറയിലാണ്, എറണാകുളം. ഞാൻ കഴിഞ്ഞ 32 വർഷമായി ഡിഫൻസിലാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 10 വർഷം, അതായത് 1994 to 2003 ഞാൻ എയർഫോഴ്സിലായിരുന്നു. അത് കഴിഞ്ഞ് എയർഫോഴ്സിൽ ഞാൻ ടെക്നീഷ്യനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആർമി കമ്മീഷനിങ് എടുത്ത് 2007 to this day. ആദ്യമായി ഇത്രയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര ഗ്രാൻഡ് ലെവലിലൊരു പ്രോഗ്രാം ആയിരുന്നു. ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ നടത്താനും അതിലേക്ക് എന്നെ വിശിഷ്ടാലത്തെ ക്ഷണിക്കാനും കാണിച്ച മനസ്സിന് ഞാൻ ആദ്യമായി സ്കൂൾ മാനേജർക്കും എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. ടൈം കൺസ്ട്രെയിൻസ് അറിയാൻ, പക്ഷേ എന്തെങ്കിലും നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവസാനം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓഫ് ടെറിട്ടറി കേരള ബറ്റാലിയൻ. ഞാൻ ഇതിനു മുമ്പ് ഡൽഹിയിലായിരുന്നു, റിക്രൂട്ടിംഗ് ഓഫീസർ ആയിരുന്നു. ഡൽഹി ഹരിയാനയിലെ റിക്രൂട്ടിംഗ്, അതായിരുന്നു എൻ്റെ ജോലി. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേരൻ്റാണ്, അതായത് ഞാൻ ആർട്ടിലറിയിലാണ്. ഇത് പറയാൻ കാരണം നമ്മൾ കുറച്ച് മലയാളികൾ എന്നൊരു കൺസെപ്റ്റ് ആർമി അല്ലെങ്കിൽ ഡിഫൻസിനെ കുറിച്ച് അത്രയ്ക്ക്, കാരണം നമുക്ക് ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം ഡിഫൻസിൻ്റെ ആ ഒരു വിലയോ അല്ലെങ്കിൽ നോർത്തിൽ കിട്ടുന്ന ഒരു റെസ്പെക്റ്റോ നമുക്ക് ഇവിടെ കിട്ടാറില്ല. കാരണം അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഞാൻ ആർട്ടിലറിയിൽ ഉദ്ദേശിച്ചത് അത് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഈ മിസൈൽ, റോക്കറ്റ്സ്, വലിയ വലിയ ഗൺ ഫയർ ചെയ്യുന്ന റാമാണ് ഇന്ത്യൻ ആർമിയിലെ ആർട്ടിലറി. ഇന്നത്തെ ഈ ചടങ്ങ് NCC സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ്, നിങ്ങൾ യൂണിഫോം ഇരിക്കുന്ന കുട്ടികളെ, ഇത് വെറും ഒരു സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങല്ല. NCC എന്നാൽ അതൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അല്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ അറിയാതെ തന്നെ കുറച്ച് വാല്യൂസ് തരാൻ ഈ ഓർഗനൈസേഷൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് നമുക്കൊക്കെ അറിയാം. ഡിസിപ്ലിൻ, ഡെഡിക്കേഷൻ, ഡ്യൂട്ടി, പെട്രിയോട്ടിസം, സെൽഫ്ലെസ് സർവീസ്, ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സ്. അതായത് നിങ്ങളെ ഒരു നല്ല പൗരനാക്കുക എന്നുള്ളതാണ് NCC എന്ന ഓർഗനൈസേഷന്റെ മെയിൻ ഉദ്ദേശം. ഇപ്പോൾ സാർ പറഞ്ഞുകൊണ്ട് തന്നെ, മാനേജർ പറഞ്ഞുകൊണ്ട് തന്നെ, നിങ്ങളെങ്ങനെ ഡ്രസ്സിൽ കാണുമ്പോൾ നിങ്ങളെക്കാളും സന്തോഷം ആക്ച്വലി അനുഭവിക്കുന്നത് നിങ്ങളുടെ പുറകിൽ നിങ്ങളുടെ ആ പ്രൗഡ് പേരൻസ് ആണ്.
നിങ്ങളുടെ അച്ഛനമ്മമാരാണ്. അവർക്ക് എത്രമാത്രം സന്തോഷം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കഴിഞ്ഞ ഒരു ഡ്രസ്സിൽ കാണുമ്പോൾ, അത് നിങ്ങൾക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു ഏജ് ആയിട്ടില്ല. ഡിസിപ്ലിൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡ്രില്ലിലുള്ള ഡിസിപ്ലിൻ അല്ല. ആക്ച്വലി നമ്മുടെ ഓരോ ക്യാരക്ടറിസ്റ്റിക് നോക്കുവാണെങ്കിൽ SCC നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഡ്രില്ലിൽ അങ്ങോട്ട് ഭയവും ദയനവും അതല്ല. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പഠനകാലത്തിലായാലും, നിങ്ങളുടെ റുട്ടീൻ വർക്കിലായാലും, നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങളായാലും ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യും. അതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. രാവിലെ എണീക്കുന്നു, അച്ഛനമ്മമാരെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു, ടീച്ചർമാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു, സ്കൂളിലെ മെയിൻ കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ഒരു സെൽഫ് ഡിസിപ്ലിൻ നിങ്ങളുടെ ഉള്ളിലോട്ട് കൊണ്ടുവരും. അതാണ് SCCയുടെ ഡിസിപ്ലിൻ. അതായത് നിങ്ങളെ ഒരു നല്ല യൂത്ത് ആക്കുക. അതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഉദ്ദേശം. കരികപ്പള്ളി സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായി, കരികപ്പള്ളി പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ സ്കൂളിൽ നിന്നും 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി കുട്ടികൾ കേഡറ്റുകളായി മാറിയവരുടെ ഔദ്യോഗിക സർട്ടിഫിക്കറ്റുകൾ കൈവശപ്പെടുത്തുകയാണ്. ഏറെ നാളെ കാത്തിരുന്ന രക്ഷാകർത്താക്കളും ഞങ്ങളും എല്ലാവരും കാത്തിരുന്ന നിമിഷമാണ്. എല്ലാവരെയും ഈ ധന്യ മുഹൂർത്തത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ട്രോഫി വിതരണം ആരംഭിക്കുകയാണ്. ഏറ്റവും ആദ്യമായി സീനിയർ കേഡറ്റ് അഫ്ദൽ ബീബി. Senior cadet Ria Mary Sijo. Followed by Ashna Rajesh. Followed by Aditya Deshnau. Next, Adon K. Santosh. Next, Cadet Arjun Anu. Followed by Ashwin Pradas. Followed by Cadet Adul Krishna Biju. Followed by Cadet Devakrishna K. Madhu.
Next, Cadet Devakrishna Rajneesh. Next, Cadet Navani B. Followed by Cadet Soviet Empress. Followed by Cadet Alina Anna Bilal. Cadet Ansita Prasad. Cadet Anha Fatima. Cadet Devanandana Vinod. Cadet Devananda Anu. Followed by Cadet Devangana KS. Followed by Devinandana K. Ajit. Cadet Dia Rajesh. Cadet Gopika Anish. Cadet Kirtana KS. Cadet Krishnapriya yes. Cadet Srilashmi Jay.
Cadet Umaiba Nishad. Next 2023-24 batch, Senior Cadet Logesh A. Senior Cadet Anaga Sinos. Cadet Davidson B. Cadet Niranjan V. Cadet Akshaya Yogi. Cadet Akshay Yogi. Cadet Basler K. Santosh. Cadet Abhijit T. Biju. Cadet Ashik Sebastian. Cadet Ashwin Navani. Cadet Sanju Sudesh. Cadet Amaldev Sanish. Cadet Srilashmi Biju. Cadet Neelima Yama.
Cadet Anamika KS. Cadet Parvati Prasad. Cadet Kirtana Khalid. Cadet Abhyuda PS. Cadet Ananya K. Biju. Cadet Anulashmi Jati. Cadet Gaurinanda Anish. Ramesh. Cadet Denisha Ginor. Next, 2022-23 batch, Senior Cadet Ajmiya Ajaz. Next, Cadet Amal PM. Cadet Abhijit Shiju. Cadet Alan Abhilash. Cadet Madhav Saji.
Cadet Srigiri MS. Cadet Advait Sunod. Cadet Ajmal Nabi. Cadet Abhimanyu Suresh. Cadet Blessed Maria James. Cadet Cadet Nigul Saji. Cadet Deepak Manoj. Cadet Nagul Saji. Cadet Archa Anil Kumar. Cadet Prarthana Elizabeth. Cadet Jasmania K. James. Cadet Adilashmi Ajay Kumar. Cadet Vasundhara A. Cadet Aksamol Vijesh. Cadet Edwina Shaikh.
Cadet Angel Maria Joseph. Cadet Arpita Manoj. Cadet Archana Jain. നമ്മുടെ NCC യൂണിറ്റിന്റെ ആദ്യത്തെ ബാച്ച് ഫസ്റ്റ് ബാച്ചാണ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോകുന്നത്. കാഡറ്റ് ആദിൽ അനീഷ് സീനിയർ കാഡറ്റ് ആണ്. സീനിയർ കാഡറ്റ് ആദിത്യ ലക്ഷ്മി ജയേഷ്. കാഡറ്റ് അലൻ സജീവ്. Cadet Muhammad Amir. Cadet Suhail Nasser. Cadet Ajay Krishna SD. Cadet Mahit Suresh. Cadet Advait M. Sadish. Cadet Thomas Baiju. Cadet Rahul Ramendra. Cadet Vidya K. Santosh.
കേഡറ്റ് ലയ സന്തോഷ്. കേഡറ്റ് ഗൗരിനന്ദ അനീഷ്. കേഡറ്റ് ഗോപിക സജീവ്. കേഡറ്റ് അയലിൻ രവി. കേഡറ്റ് ഡോണ ജോളി. കേഡറ്റ് പ്രജുഷ പി പി. കേഡറ്റ് ജിയ രാമചന്ദ്രൻ. കേഡറ്റ് ദേവനന്ദ സതീഷ്. കേഡറ്റ് നന്ദന കെ എം. ട്രോഫിയും മൊമെന്റോ വിതരണവും അവസാനിച്ചിരിക്കുകയാണ്. ഇത്രയും നേരം ഈ മൊമെന്റോ വിതരണം നടത്തുന്നതിന് വേണ്ടി സാറിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ SNUP-യുടെ മാനേജർക്ക് അത്യാവശ്യമായി പോകേണ്ടതുള്ളത് കൊണ്ട് പ്രോട്ടോകോൾ ഒന്ന് മാറി നമ്മുടെ PTA പ്രസിഡന്റ് അനുമതിയോടുകൂടി അദ്ദേഹത്തെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ലഫ്റ്റനന്റ് ഗാംഗുലി സാർ, പ്രിയപ്പെട്ട ഗണേഷ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ശരിക്കും പറഞ്ഞാൽ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ കുറച്ച് അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ എത്തുന്നത്. ഇത്ര മനോഹരമായി യൂണിഫോം ധരിച്ച, തലപ്പാവണിഞ്ഞ, ഇത്ര നന്നായിട്ട് ഡ്രസ് ചെയ്ത, അച്ചടക്കത്തോടു കൂടി ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികളെ കാണുമ്പോൾ അഭിമാനവും സന്തോഷവും തോന്നുകയാണ്. നിങ്ങളെ ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ഈ ഒരു സംവിധാനത്തിനോട് ബഹുമാനവും തോന്നുന്നു. ആകെ നിങ്ങൾ ഇരിക്കുന്നതിൽ ഒരു കുറവ് കണ്ടത് നിങ്ങളുടെ മുഖത്തൊന്നും ഒരു ചിരിയില്ല. അപ്പൊ ഞാനത് നിങ്ങളുടെ സാറിനോട് ചോദിക്കണമെന്ന് ഓർത്താണ്. പല കുട്ടികളും കയറി വരുമ്പോഴും ചിരിക്കുന്നില്ല, അവിടെ ഇരിക്കുമ്പോഴും ചിരിക്കുന്നില്ല. അപ്പം ഒരുപക്ഷെ നിങ്ങളുടെ പരിശീലനത്തിൽ ചിരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ചിരിയും കൂടെ നിങ്ങളുടെ മുഖത്തുണ്ടായിരുന്നു എങ്കിൽ സ്വർണത്തിന്റെ സുഗന്ധം പോലെ നിങ്ങൾ ഒരുപാട് കൂടുതൽ മഹത്വമുള്ള ആളുകളായി മാറിയാൽ
ഏതായാലും ആ ചിരിയുടെ ഒരു കുറവ് നിങ്ങൾ പരിഹരിക്കണം. മറ്റുള്ളവരെ കണ്ട് ചിരിക്കുവാനും ഏറ്റവും അടുപ്പമായി സാറ് പറഞ്ഞതുപോലെ സാറിൻ്റെ പ്രസംഗം ഞാൻ വളരെ കൗതുകത്തോടെ ആകാംക്ഷയോടെ കേൾക്കുകയായിരുന്നു. തൃപ്പൂണിത്തറയിൽ ജനിച്ച് 37 വർഷം ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന, ഇപ്പോഴും അനുസ്യൂതമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിയെ ഈ സ്കൂളിൽ നമുക്ക് കിട്ടി. അദ്ദേഹത്തിനെ നോക്കിക്കാണുന്ന ആ വഴിത്താരയിലൂടെ നിങ്ങൾക്ക് ഇനി നടന്നു നീങ്ങാം. ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളും നാളുകളിൽ ഓഫീസർമാരായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി സല്യൂട്ട് സ്വീകരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ കാവൽക്കാരായി മാറേണ്ട ആളുകളാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുമ്പോഴൊക്കെ രാജ്യസ്നേഹം രക്തത്തിലെ തിളയ്ക്കുന്ന ഒരു വികാരമായി മാറുകയാണ്. ഈ കുട്ടികൾ സല്യൂട്ട് സ്വീകരിക്കുമ്പോൾ ഇവരിൽ കൈയടിക്കുന്നതിന് പറയുന്ന ആ ഒരു ഋതം, ഒരു താളം, ആ ജീവിതത്തിന്റെ ഒരു അച്ചടക്കം, സാറ് പറഞ്ഞ പോലെ നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങളുടെ ഡിസിപ്ലിൻ, അങ്ങനെ നിരന്തരമായി നിങ്ങൾ ഈ കടന്നു വരുന്ന ഈ ഒരു രീതി, അത് എല്ലാവർക്കും മാതൃകാപരമാണ്. ഈ ദേശത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ അതിർത്തികളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഓഫീസർമാർ, പട്ടാളത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന നിരവധി ആളുകൾ പല ഫോഴ്സുകളിലായിട്ട്, അവരെ ഓർക്കുമ്പോൾ അഭിമാനം കൊണ്ട് അന്തരംഗം മിടിക്കുകയാണ്. നമ്മുടെ 100ഓളം കേഡറ്റുകൾക്ക് ട്രോഫിയും അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുന്ന ലഫ്റ്റനന്റ് കേണൽ ബിനു സാബിനുള്ള ഒരു മൊമെന്റോ, കഞ്ഞിക്കുഴി SN സ്കൂളിൻ്റെ NCC യൂണിറ്റിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു മൊമെന്റോ അത് ഇപ്പോൾ നൽകുന്നതിനായിട്ട് നമ്മുടെ മാനേജരെയും അത് സ്വീകരിക്കുന്നതിനായിട്ട് ലഫ്റ്റനന്റ് കേണൽ ബിനു TM സാറിനെയും വേറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരാളുണ്ട്, നമ്മുടെ സന്തോഷ് സർ. ഞാൻ ആ പേര് വിട്ടുപോയതല്ല, അതിൻ്റെ കൂടെ ആ തൊഴിലൊന്ന് പറഞ്ഞു പോയതാണ്. അദ്ദേഹത്തിന് ആണ് നിങ്ങൾ ആക്ച്വലി നന്ദി പറയുന്നത്. പിന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടേഴ്സും പിന്നെ ഈ ആയിട്ടും ഇവരാണ് നിങ്ങളിങ്ങനെ ആക്കിയെടുക്കുന്നത്. ഓക്കെ, സോറി ആൻഡ് വൺസ് അഗൈൻ വെരി നൈസ്. അടുത്തതായി ഞങ്ങളുടെ എല്ലാം നേതൃത്വം, ഞങ്ങളെ ടീച്ചേഴ്സിന്, PTA, ഞങ്ങളുടെ കുട്ടികളെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ ആക്കി ഞങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്ന, ഞങ്ങൾക്കേറെ എന്നും സ്നേഹവും സഹായവും നൽകുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാനേജർ ശ്രീ ബിജു മാധവൻ അവർക്ക് കഞ്ഞിക്കുഴി NCC യൂണിറ്റിൻ്റെ ഒരു ഉപകാരം സമർപ്പിക്കുന്നു. നൽകുന്നതിനായിട്ട് PTA പ്രസിഡന്റിനെയും സാറിനെയും നമ്മുടെ NCC യൂണിറ്റ് കേഡറ്റുകളായി 2021-22 വർഷവും 23-24 വർഷവും SSLC പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ കുട്ടികൾക്കുള്ള മൊമെന്റോ വിതരണമാണ്. മൊമെന്റോ വിതരണം ചെയ്യുന്നതിന് വേണ്ടി PTA പ്രസിഡന്റ് ശ്രീ കലേഷ് രാജു അവരെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട യോഗ
എഡ്യൂക്കേഷൻ, പ്രിയപ്പെട്ട സ്കൂളിൻ്റെ മാനേജർ, പ്രിയപ്പെട്ട സാറ്, പ്രിയപ്പെട്ട നമ്മുടെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത വിനോദ് ടീം സാർ, വേദിയിൽ ഇരിക്കുന്ന എഡ്യൂക്കേഷൻ പ്രസിഡന്റ്, സ്കൂൾ മാനേജറുമായ സജീവ് രീതികൾ, പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ശരീരകരൻ പറഞ്ഞു നിങ്ങൾ യൂണിഫോമിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ അതീവ സുന്ദരന്മാരും സുന്ദരിമാരുമായിരുന്നു. ഞാനത് കണ്ടപ്പോൾ തന്നെ ഓർത്തു. കാരണം നിങ്ങൾ യൂണിഫോമിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു വല്ലാത്തൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. മറ്റുള്ള കളർ ഡ്രസ്സ് കിട്ടുന്ന പോലെയല്ല, വല്ലാത്തൊരു ഭംഗി, നിങ്ങൾക്കൊരു നല്ലൊരു ഗാംഭീര്യം നിങ്ങൾ നടന്നു വരുന്നതിലുണ്ട്. നടപ്പിലും എടുപ്പിലും നല്ലൊരു ഭംഗിയോടുകൂടിയാണ് നിങ്ങൾ ചിട്ടയായ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ സന്തോഷ് സാറിൻ്റെ, ഇപ്പം ബിൻസാർ പറഞ്ഞ പോലെ സന്തോഷ് സാറിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിട്ടയായ ഒരു പ്രവർത്തനം കൊണ്ടാണ് നിങ്ങൾ ക്രമമായി വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഒരു തിക്കും തിരക്കും കൂട്ടാതെ കൃത്യമായി അവരവരുടെ ആദ്യം ഇരുന്ന സീറ്റിൽ തന്നെ പോയി എല്ലാവരും ഇരുന്നു. ഏറ്റവും നല്ല ഭംഗിയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രിയപ്പെട്ട സന്തോഷ് സാറിന് PTA നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഞാൻ സന്തോഷ് സാറാദ്യം സൂചിപ്പിച്ചു, നാല് ടീം കഴിഞ്ഞ് ഉള്ള കുട്ടികൾ നമ്മളിവിടെ മോൻ്റെ വാങ്ങിച്ചു, സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. അവർക്ക് ഇവിടുന്ന് വിട്ടുപോയ കുട്ടികളുമുണ്ട്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വിട്ടുപോയ കുട്ടികളുമുണ്ട്. അവരും ഏതാനും ചില കുട്ടികൾ എത്തിയിട്ടുണ്ട്. അവർക്കും അവരുടെ അച്ഛനമ്മമാർക്കും ഈ NCCയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ ഇന്ന് SLCയുടെ മോഡൽ തുടങ്ങിയാണ്. മോഡൽ പരീക്ഷയ്ക്ക് തയ്യാറായിരിക്കുന്ന കുട്ടികൾ ഈ കൂട്ടത്തിൽ മൊമെൻ്റോ വാങ്ങിച്ചിരിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും നല്ല ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. കഴിഞ്ഞ 2021-22 അധ്യയന വർഷം SSLC പരീക്ഷയിൽ NCCയിൽ നിന്നും ഫുൾ A+ വാങ്ങിച്ചിട്ടുള്ള കുട്ടികൾക്കുള്ള ട്രോഫി വിതരണമാണ്. 2021-22 വർഷം അയറിൻ രജി ട്രോഫി വിതരണം ചെയ്തതിനു വേണ്ടി കഞ്ഞിക്കുടി SM സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ കലേഷ് രാജു അവരെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഗോപിക സജി 2021-22 അധ്യയന വർഷം. ആർച്ച അനിൽകുമാർ 2022-23 അധ്യയന വർഷം. സീനിയർ കേഡറ്റ് അജ്മിയ അജാസ് 2022-23 അധ്യയന വർഷം. കേഡറ്റ് ജസ്മരിയ ജെയിംസ് 2022-23 അധ്യയന വർഷം. കേഡറ്റ് അദ്വൈത് സുരോജ് 2022-23 വർഷം. ഏകദേശം ട്രോഫി വിതരണം അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ യോഗ നടപടികൾ അവസാനിക്കുകയാണ്. കഞ്ഞിക്കുടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഞ്ഞിക്കുടി പഞ്ചായത്തിൽ നമ്മുടെ SN സ്കൂളിലാണ് NCC യൂണിറ്റ് ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ളത്. 2021-22 അധ്യയന വർഷം ആരംഭിച്ച നമ്മുടെ NCC യൂണിറ്റ് അന്ന് ഈ യൂണിറ്റ് അനുവദിക്കുന്ന സമയത്ത് നെടുങ്കണ്ടത്ത്
കമാൻഡിംഗ് ഓഫീസർ ഷുക്കൂർ സാറാണ് നമുക്ക് ഈ യൂണിറ്റ് അനുവദിച്ച് തന്നിട്ടുള്ളത്. അന്ന് മാനേജർ ആയിരുന്നത് CP സുഹൃൻ സാറാണ്. അതോടൊപ്പം തന്നെ HM ആയിരുന്നിട്ടുള്ളത് നമ്മുടെ MD ടീച്ചറാണ്. നമുക്ക് ആദ്യമേ പ്രയോറിറ്റി വന്നുവെങ്കിലും പക്ഷേ സീനിയോറിറ്റി ലിസ്റ്റ് രണ്ടാമതായി പോയി. അതുകൊണ്ട് വേക്കൻസി ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ആ ഒരു യൂണിറ്റ് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് നമുക്ക് സെൽഫ് ഫിനാൻസിങ് FSFS എന്ന സ്കീമിൽ ഒരു യൂണിറ്റ് അനുവദിക്കാമെന്ന് ഷുക്കൂർ സാർ പറയും. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് മിനി ടീച്ചറിനോടാണ്. നമ്മുടെ HM ആയിട്ടുള്ള മിനി ടീച്ചർ അതിന് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ യൂണിറ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് നമുക്കറിയാം. ആദ്യകാലം നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊന്നും ഇങ്ങനെ ഒരു യൂണിറ്റ് ഇല്ല. NCC യൂണിറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടറിവുള്ളൂ. ഞാൻ NCC ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു സ്ട്രക്ചർ അറിയാമെന്നല്ലാതെ മറ്റ് ഇത് എങ്ങനെ നടത്തണമെന്നോ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫോർമാലിറ്റീസോ എന്നും അറിയാത്ത രീതിയിൽ ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് റെഡിയായി വന്നതാണ്. നമ്മുടെ അക്കാദമിക്ക് തുടങ്ങി നമ്മുടെ SPCDയും എല്ലാ സെലക്ഷൻസൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ യൂണിറ്റ് അനുവദിച്ച് കിട്ടുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഷുക്കൂർ സാർ വിളിച്ച് പറഞ്ഞത് 2-3 ദിവസം കൊണ്ട് എൻറോൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ യൂണിറ്റ് സാങ്ഷൻ ആവൂ എന്നാണ്. അപ്പം അന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി. എനിക്ക് അന്നത്തെ ആദ്യത്തെ ബാച്ച് ആദ്യലക്ഷ്മിയും ഒക്കെ സീനിയർ ആയിട്ടുള്ള ബാച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു ബാച്ചാണ്. കാരണം അതിന് ശേഷം വന്നിട്ടുള്ള ബാച്ചുകൾക്കെല്ലാം സീനിയേഴ്സ് ഉണ്ടായിരുന്നു, അവർക്ക് മോഡൽ ഉണ്ടായിരുന്നു, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് ആരുമില്ലായിരുന്നു. അപ്പോൾ ശരിക്കും എനിക്കും വലിയ പിടിയില്ല, ഞാനും ട്രെയിനിങ്ങിനൊന്നും പോയില്ല. അപ്പോൾ വലിയൊരു ഒത്തിരി പ്രതിസന്ധികളെ കവർ ചെയ്തിട്ടാണ് ഞാനും അന്ന് കേഡറ്റ്സും അതോടൊപ്പം തന്നെ മിനി ടീച്ചറും. അപ്പോൾ ഞങ്ങളത് കൊണ്ടുപോകുന്നത് എന്തായാലും വളരെ ഭംഗിയായി ആദ്യത്തെ ബാച്ച് കംപ്ലീറ്റ് ചെയ്യുകയും പിന്നീട് തുടർന്ന് ഇങ്ങോട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ NCC യൂണിറ്റ് ഇപ്പോൾ നമ്മുടെ AO സാർ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ അമലാഷ് സാർ ഇരിപ്പുണ്ട്. അമലാഷ് സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ 2 ബാച്ചിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ട്രെയിനിങ്ങിൽ നമുക്ക് ട്രെയിനിങ്ങിൻ്റെ ചാർജ് വഹിക്കുന്ന സാറാണ് അമലാഷ് സാർ. അപ്പോൾ അവരുടെയൊക്കെ ഏറ്റവും അകമഴിഞ്ഞ ഒരു സഹായം ബറ്റാലിയൻ്റെ PA സ്റ്റാഫും അതോടൊപ്പം തന്നെ സിവിലിയൻസും അവരെല്ലാം നമ്മളോട് അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ പറഞ്ഞത് ക്ലിയർ ചെയ്ത് നമ്മുടെ യൂണിറ്റിനെ വളരെ ഭംഗിയായി കൊണ്ടുപോകാനായിട്ട് അവരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെയേറെ സഹായം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് നമുക്കറിയാം, ഏതൊരു പ്രോഗ്രാമോ ഏത് ആക്ടിവിറ്റീസ് ആണെങ്കിലും ഏത് പ്രോജക്റ്റുകളാണെങ്കിലും അത് മുമ്പോട്ട് നന്നായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് സ്കൂളുകളാണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു വലിയ സപ്പോർട്ട് അത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഒരു പ്രോജക്റ്റും എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ പറഞ്ഞു, സാറിനോട് അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും സുദർശൻ സാറിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും വളരെയേറെ സഹായത്തോടെ വളരെയേറെ സപ്പോർട്ട് നൽകുന്ന ഒരു മാനേജ്മെൻറ്റാണ് നമുക്കുള്ളത്. ഇപ്പോൾ ബിജു സാറിൻ്റെ കാര്യത്തിൽ ഏത് കാര്യം പറഞ്ഞാലും ഏത് നിമിഷം ഏത് രാത്രിയിൽ വെച്ച് ഒരു കാര്യം പറഞ്ഞാലും അതായത് അപ്പം തന്നെ അതിന് സപ്പോർട്ട് പോസിറ്റീവായ ഒരു എനർജി നിങ്ങൾക്ക് തരുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മോട്ടിവേഷൻ. നമ്മുടെ NCCയുടെ ക്യാമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ജില്ലയുടെ ക്യാമ്പ് പെട്രിയുടെ ക്യാമ്പ് നമ്മുടെ സ്കൂളിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ക്യാമ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും പരിപൂർണമായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ സംവിധാനങ്ങളും വിട്ട് നൽകാമെന്ന അദ്ദേഹത്തിൻ്റെ ആ മനസ്സ്, അദ്ദേഹമാണ് അത് തീരുമാനിക്കേണ്ടത് സ്കൂൾ എങ്ങനെ കൊടുക്കണമെന്ന്. അത് പ്രിൻസിപ്പൽമാരോട് ആ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അപ്പം അതൊക്കെയാണ് ഞങ്ങൾക്കുണ്ടാകുന്നത്. ഇപ്പോൾ ഷൈജി സാറാണെങ്കിലും എനിക്കാണെങ്കിലും ഇപ്പോൾ SPCD ആണെങ്കിലും NCCD ഒക്കെ ആണെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും നമ്മുടെ സ്കൂളിലേക്ക് എത്തിക്കുവാൻ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജില്ലാ കലോത്സവം ഇവിടെ നടത്തിയപ്പോൾ അദ്ദേഹം എടുത്ത ഒരു എഫേർട്ട് അതൊരു വലിയ കാര്യമാണ്. ആ ഒരു ജില്ലാ കലോത്സവം ഇവിടെ നമുക്ക് വെച്ചപ്പോൾ ഇടുക്കി ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇവിടെ വന്നപ്പോൾ കഞ്ഞിക്കുഴി സ്കൂള് ലോകം പറഞ്ഞു, നാടറിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ പല പ്രോജക്റ്റുകൾ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ വെക്കുമ്പോഴാണ് നമ്മുടെ സ്കൂളും കഞ്ഞിക്കുഴി പ്രദേശവും കലോത്സവം വെക്കുന്ന സമയത്ത് പല മീറ്റിങ്ങുകളിലും ചർച്ച നടന്നിട്ടുള്ളത് കഞ്ഞിക്കുഴി പേര് പോലെ തന്നെ പ്രദേശം കഞ്ഞിയായിരിക്കും എന്നുള്ള ഒരു ധാരണയായിരുന്നു പൊതുസമൂഹത്തിനുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ
ഈ നമ്മുടെ AO സാബ് ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ചൈതന്യം നമ്മുടെ സ്കൂളിന് ഉണ്ട് എന്നുള്ളത്. ആ ചൈതന്യത്തിന്റെ പ്രഭയാണ് നമ്മുടെ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളെല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തുവാനും ഇവിടെ വരുന്ന ഒരാൾ, ഇവിടുത്തെ കാണാത്ത ഒരാൾ നമ്മുടെ സ്കൂളിനെ കുറിച്ച് ചിലപ്പോൾ നല്ലത് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ വന്ന് കയറിയ ഒരാൾ, ഈ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒരാൾ നമ്മുടെ സ്കൂളിനെ കുറിച്ച് ഒരു കാരണവശാലും മോശമായി സംസാരിക്കത്തില്ല. കാരണം ഇത്രയും സംവിധാനങ്ങളുള്ള സ്കൂളുകൾ ഇടുക്കി ജില്ലയിൽ വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്കൂളുകൾ അത് മാനേജ്മെന്റിന്റെ ഒരു സ്ട്രക്ചറാണ്, അവരുടെ ആ ഒരു ഡെഡിക്കേഷനാണ്. പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരിക, ആ സംവിധാനത്തിലൂടെ സ്കൂളിനെ മുമ്പോട്ട് നയിക്കുക, മറ്റ് സമൂഹത്തെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ നടപ്പാക്കുക. അപ്പൊ ശരിക്കും പണ്ടൊക്കെ പറയുമായിരുന്നു, സ്കൂള് എന്ന് പറയുന്നത് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരു പ്രസ്ഥാനമാണ്. സമൂഹം ഇങ്ങോട്ട് വരികയില്ല, സ്കൂള് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ നിരവധി പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാ പ്രോജക്റ്റുകളും ഉണ്ട്. NCC ഉണ്ട്, SPC ഉണ്ട്, ലിറ്റിൽ സ്കൈസ് ഉണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ട്, JRC ഉണ്ട്. എല്ലാം നൽകുന്നത് നമ്മുടെ കുട്ടികളുടെ ഓരോരുത്തരുടെയും വികസനത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ NCC എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ പേരൻസിനോട് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്, NCC എന്ന് പറയുന്ന ഒരു സ്വപ്നം കാണാൻ, അല്ലെങ്കിൽ NCC നമ്മുടെ കഞ്ഞിക്കുഴി സ്കൂളിൽ വരാൻ കാരണം തന്നെ ഞാൻ ക്ലസ്റ്റർ ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു സാറ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സോഷ്യൽ സയൻസിന്റെ സാറ്, ചുമ്മാ കാഷ്വലായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്. കാരണം അദ്ദേഹത്തിന് ജോലി ലഭിക്കാൻ കാരണം, അദ്ദേഹം അന്ന് അവിടെ ഇരിക്കാൻ കാരണം NCC കേഡറ്റ് ആയതുകൊണ്ടാണ്. NCCയുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഗ്രേസ് മാർക്കിൽ കിട്ടിയ ബോണസ് പോയിന്റ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിച്ച് അധ്യാപകനായി തുടരുന്നത് എന്ന ഒരു വാക്ക് കേട്ടപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, നമ്മുടെ സ്കൂളിൽ എന്തുകൊണ്ട് NCC ആയിക്കൂടാ. അങ്ങനെയാണ് എൻ്റെ വീടിൻ്റെ അടുത്താണ് 33 ബറ്റാലിയൻ. അവിടെ പോയി സുഹൃത്ത് സാറിനെ കാണുന്നതും ഇനി ടീച്ചറോടൊക്കെ സംസാരിക്കുകയും. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ ബിനു ടീം സാറാണ്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ നിങ്ങൾ അറിയാത്ത ഒരു സംഭവം കൂടിയുണ്ട്. സാർ വന്നിട്ട് എനിക്ക് തോന്നുന്നു ബറ്റാലിയൻ വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 3 മാസം കൊണ്ട് സാർ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം എടുത്ത ഒരു നിർദ്ദേശമാണ് എല്ലാ ANOസിനെയും കൂടെ വിളിച്ചിട്ട് അടുത്ത വർഷത്തെ പ്രോഗ്രാം ചാർട്ട് ചെയ്യണം. അത് 1 ഡേ പ്രോഗ്രാം ആയിട്ട് വേണം ചാർട്ട് ചെയ്യാൻ എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ANOസും ഒരു ഡേറ്റ് പറയാൻ പറഞ്ഞു. അങ്ങനെ ഡേറ്റ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഡേറ്റ് 16-ാം തീയതി ആയിരുന്നു. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാനും സാബും കൂടെ ഈ ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്തിരുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് പ്രാവശ്യം കഞ്ഞിക്കുഴിയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പറയുന്നതോടൊപ്പം ഒരു ചെറിയ റിക്വസ്റ്റോടുകൂടി എന്നെ എന്ന നിലയിൽ സാബിനോട് വെച്ചുകൊണ്ട്, ഇപ്പോൾ ഞങ്ങൾക്കറിയാം നമ്മുടെ കഞ്ഞിക്കുഴി സാബ് കണ്ടു കാണും, വളരെ റിമോട്ടായിട്ടുള്ള, ഞങ്ങൾ റിമോട്ടെന്ന് പറയില്ല, പക്ഷെ എന്നാലും നമ്മുടെ ഉൾഭാഗങ്ങളിൽ ഒരുപാട് റിമോട്ട് ഏരിയയിലുള്ള കുട്ടികളുണ്ട്. സാമ്പത്തികമായി ഒരുപാട് ഉന്നതയിലുള്ള കുട്ടികളൊന്നുമല്ല. പക്ഷേ ഇവിടുത്തെ കുട്ടികളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് അത് മറ്റ് ടൗണുകളിലെ കുട്ടികൾക്ക് കിട്ടില്ല. കാരണം കഷ്ടപ്പാടിൻ്റെ വേദനകൾ അറിഞ്ഞതാണ്, കഷ്ടപ്പാടുകൾ അറിയുന്ന കുട്ടികളാണ് ഇവിടെയുള്ളത്. ഇവരോരോരുത്തരും വീട്ടിലെ ഓരോരുത്തരും അവരവരുടെ വീടിൻ്റെ എല്ലാ ജോലികളും ചെയ്യാൻ ശേഷിയുള്ള കുട്ടികളാണ്. അപ്പോൾ ആർമിയിലേക്കൊക്കെ ഈ കുട്ടികളെ കടത്തിവിടുവാൻ നമുക്ക് ഏറെ സാഹചര്യങ്ങളുണ്ട്. ചേർന്ന നമ്മുടെ ASR ലഫ്റ്റനന്റ് കേണൽ ബിനു TM അവർക്ക് കഞ്ഞിക്കുഴി NCC യൂണിറ്റിന്റെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ PTA പ്രസിഡന്റാണ്. കുറേ കാലങ്ങളായി എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സജീവമായി നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ PTA പ്രസിഡന്റിന് നമ്മുടെ NCC യൂണിറ്റിന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അടുത്തതായി നമ്മുടെ SNUPയുടെ സജീവ് വീട്ടിക്കൽ അവറുകളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അഭിലാഷ് സാർ നമ്മുടെ ക്യാമ്പിൻ്റെ ഇൻസ്ട്രക്ടറാണ്, ക്യാമ്പിൻ്റെ ചാർജ് വഹിക്കുന്ന സാബാണ്. അപ്പോൾ സാറിനും
ഒരുപാട് സഹായങ്ങൾ നമ്മുടെ NCC യൂണിറ്റിനെ ചെയ്യുന്നുണ്ട്. സാറിനെയും അതോടൊപ്പം തന്നെ സുധർ രാജൻ സാബും രണ്ടുപേരും എപ്പോഴും ഞാൻ കാണുന്ന കേട്ടോ, മെമ്മറിയിൽ നിന്ന് പോയി ഇപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ശരിക്കും രണ്ടുപേരും നമ്മളോട് എപ്പോഴും എല്ലാ കാര്യത്തിനും ഉള്ളതാണ്. അപ്പോൾ രണ്ടുപേരെയും ഈ കഞ്ഞിക്കുഴി NCC യൂണിറ്റിൻ്റെ പേരിലുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ കേഡറ്റ്, നമ്മുടെ സ്കൂളിൽ നിന്ന് 1-2 ഇതിൽ മാറിപ്പോയ കുട്ടികളുണ്ട്, അവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഴുവൻ കേഡറ്റ്, അതോടൊപ്പം തന്നെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ രക്ഷകർത്താക്കൾ, നമ്മുടെ എല്ലാ സംവിധാനങ്ങളും സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ചെയ്തു തരുന്ന വിനീത്, അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമറാമാൻ, അതോടൊപ്പം നമുക്ക് ഫുഡ് തയ്യാറാക്കി തരുന്ന സിജു ചേട്ടൻ, അതോടൊപ്പം തന്നെ എനിക്ക് എന്നും സപ്പോർട്ടും സഹായവുമായി നിൽക്കുന്ന എൻ്റെ മുഴുവൻ സഹപ്രവർത്തകർ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഷൈജു സാറ്, സോനു, മറ്റ് പേരൻസ്. ഇന്നലെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഞങ്ങൾ 8 പേരെയാണ് പ്രതീക്ഷിച്ചത്. എനിക്ക് തോന്നുന്നു 30-35 പേരൻസ് ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ അകമഴിഞ്ഞ സ്നേഹത്തിന് മുമ്പിലാണ് നിങ്ങളെ നമിക്കുന്നത്. എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ NCC കേഡറ്റും അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിന് സമാപ്തി കുറിക്കുന്നതിന് വേണ്ടി യോഗാധ്യക്ഷനെ ക്ഷണിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്കും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു.